ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മൾ ഇന്ന് പെൻഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ചില പുതിയ അറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഈ വിവരങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുള്ളവയാണ്. നമുക്കിതിന്റെ കുറച്ച് വിശദവിവരങ്ങൾ പരിശോധിക്കാം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവ പെൻഷൻ അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ എന്നിവ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സെന്റർ, അതായത് അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ CSC സെന്ററുകളിൽ ചെന്നിട്ട് ആധാർ കാർഡ്, റേഷൻ കാർഡ്, വാർഡ് മെമ്പറുടെ ഒരു സാക്ഷ്യപത്രം എന്നിവയുമായി അപേക്ഷ സമർപ്പിക്കുക. ഈ അപേക്ഷ സമർപ്പിക്കുന്ന പക്ഷം നിങ്ങൾക്കിത് അപ്രൂവ് ആവുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതാണ്. ഈ രേഖ നിങ്ങൾ കൈപ്പറ്റിയ ശേഷം നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പറുടെ കൈവശമോ നിങ്ങൾക്ക് ഈ രേഖ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ രേഖ സമർപ്പിക്കുന്നതിന്റെ കൂടെ നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഒരു കോപ്പി കൂടെ സമർപ്പിക്കാൻ മറക്കാതിരിക്കുക. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേറൊരു പുതിയ അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. നേരിട്ട് വന്ന് പെൻഷൻ സ്വീകരിക്കാനോ ബാങ്കുകളിൽ നിന്ന് വിഡ്രോ ചെയ്യാനോ കഴിയാത്ത പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ചിലർ വീട്ടിൽ അസുഖബാധിതരായിട്ടും നടക്കാൻ കഴിയാത്തവരായിട്ടും ഉണ്ട്. ഇത്തരം ആളുകൾക്ക് പെൻഷൻ നേരിട്ട് കൊണ്ടുപോയാണ് കൊടുക്കാറ്. ഇങ്ങനെ കൊടുക്കുന്ന പെൻഷൻ അവരുടെ കൈകളിൽ തന്നെയാണോ എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫേസ് മസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ പൈസ എത്തിക്കുന്നതിനോടുകൂടെ അവരുടെ ഫേസ് ഡിറ്റക്ഷനും കൂടെ ചെയ്യുന്നതായിരിക്കും. ഇതിനുവേണ്ടി ഗുണഭോക്താവ് വേറൊരു സ്ഥലത്തും സന്ദർശിക്കേണ്ട ആവശ്യമില്ല. പെൻഷൻ നൽകുന്ന സഹകരണ സംഘ ജീവനക്കാർ നേരിട്ട് വന്നു തന്നെ ഈ കാര്യം നടപ്പിലാക്കുന്നതായിരിക്കും. കൂടാതെ വേറൊരു അറിയിപ്പ്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് പെൻഷൻ ലഭിക്കുന്നതിന് സമർപ്പിക്കണം. ഇത് എന്നാണ് സമർപ്പിക്കേണ്ടത് എന്ന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിക്കണം. വില്ലേജ് ഓഫീസറാണ് വാർഷിക വരുമാനത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ്സ് ചെക്ക് ചെയ്യുന്നത്. അവരവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ഇങ്ങനെ ലഭിക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിൽ 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ അർഹത നഷ്ടമാവുകയും നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്ന പെൻഷൻ നിർത്തലാക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതുപോലെ പെൻഷൻ നഷ്ടമാവുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത്, പെൻഷൻ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള ഒരു ഭവനം ഉണ്ടെങ്കിലും വീട്ടിൽ AC പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും പെൻഷൻ നഷ്ടമാവുന്നതാണ്. അതുപോലെ തന്നെ 1000 CCക്ക് മുകളിലുള്ള വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും പെൻഷൻ നഷ്ടമാവുന്നതാണ്. 1000 CCക്ക് മുകളിലുള്ള വണ്ടി സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ മാത്രമേ പെൻഷൻ നഷ്ടമാവൂ. അതല്ല, വീട്ടിലേക്ക് വരുമാന സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് എന്നുണ്ടെങ്കിൽ പെൻഷൻ നഷ്ടമാവുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പുതിയ അറിയിപ്പ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ നഷ്ടമാവുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ പഞ്ചായത്തുകളിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഡീറ്റെയിൽസ് സമർപ്പിക്കാൻ മറക്കാതിരിക്കുക. താങ്ക്